സംസ്ഥാനത്ത് മഴ കനക്കും. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ്? രോഹിണി, കാലാവസ്ഥ 4-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളാണ് ഈ ജില്ലകൾക്കാണ് നിലവിൽ അതിശക്തമായ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 11 ജില്ലകൾ, ആ 11 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകൾക്കാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 10 ജില്ലകൾ, ആ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അടുത്ത ദിവസത്തേക്ക് എത്തുകയാണെങ്കിൽ 4-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ 8 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഉണ്ട്. ബാക്കിയുള്ള ജില്ലകൾക്കെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകളും സൂചിപ്പിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലെല്ലാം, അതായത് നിലവിൽ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം 6/6/2026 വരെ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിലവിലെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിൽ അലർട്ടുകൾ മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ടിലേക്ക് മാറാനുള്ള സാധ്യതകളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കാലവർഷം 4-ാം തീയതി കൂടി തന്നെ ശക്തി പ്രാപിക്കും, അത് കേരളത്തിലേക്ക് എത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പിൽ അടക്കം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും എല്ലാ ജില്ലകളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നിലവിലെ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.